ഡോ ഒന്ന് എളുപ്പം കേറ്റടോ. അടുത്ത പെരുന്നാളിന് കൊടി കയറുന്നതിന് മുമ്പെങ്കിലും താഴത്ത് കയറ്റി തീർക്കോ. ഡോ ആദ്യ സ്റ്റെപ്പും ആംബിളിഫയറും പോലുള്ള വില പിടിച്ച സാധനം കയറ്റണമെന്ന് ഞാൻ തന്നോട് എത്ര പറഞ്ഞിട്ടോ. ഒന്ന് തടിയാണെങ്കിൽ ചെയ്യണോ. ദേ ഞാനേ ഒരു ചായ കുടിച്ചോണ്ട് വരാം. ഒരു കൈ സഹായിക്കുകയാണെങ്കിൽ നമുക്കിത് വേഗം തീർക്കാം. പോണ വഴിക്ക് ചായ കുടിച്ചാ പോരെ. ഞാൻ ചായ കുടിക്കേണ്ട സമയം തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ താനല്ല. മനസ്സിലായില്ലേ? പറയുന്നത് കേക്കണോ. ദേ ഞാൻ ചായ കുടിച്ച് വരുന്നതിന് മുമ്പ് ഇതൊക്കെ കഴിച്ചാൽ തനിക്കുമല്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. മനസ്സിലായില്ലേ? നോക്കി നിൽക്കാതെ ഒന്ന് ഇറക്കാൻ കൂടി ചന്ദ്ര. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. എന്ത് പണി പറഞ്ഞാലും അവന്റെ ഒടുക്കത്തെ ചായ കുടി. നീ എന്താ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചോ? അതെ കൂലിപ്പണിയെടുക്കാൻ വേറെ ആളെ നോക്കണം. ലോഡിങ് അൺലോഡിങ് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. പുറത്ത് വയറിങ്ങിന് പോയാലേ എനിക്ക് പോയിന്റിന് ക്യാഷാ. അന്നാ ഞാൻ തരുന്ന കാശല്ലേ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തനോട് കാണിച്ചാണ്ടല്ല പിന്നെ ഒരു പള്ളി പെരുന്നാൾ തന്റെ ബൾബ് കത്തൂല. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ താൻ പെരുമാറരുത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ. മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ ഞാൻ പറഞ്ഞതാണ് സ്ത്രീധനമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടെന്ന്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. എന്ന് ഇയാളെ പിരിച്ചു വിടണോ? അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത് ചന്ദ്ര ഓടോ. ഹൈ വോൾട്ടേജിൽ ഒരു ചായ ഇപ്പൊ തരാം. ഇന്നലത്തെ പള്ളി പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു ചന്ദ്ര? ഓ സ്ത്രീകൾ പൊതുവെ കുറവായിരുന്നു. രാത്രി നാടകത്തിനാണെങ്കിൽ ലേഡീസ് തീരെ ഇല്ല. അതങ്ങനെ TV സീരിയൽ ഉപേക്ഷിച്ചിട്ട് ഇവറ്റകളൊന്ന് പുറത്തിറങ്ങണ്ടേ. ചന്ദ്ര ഇതങ്ങോട്ട് പിടിച്ചേ. എന്തേത്? അപ്പോയിന്റ്മെന്റ് ഓർഡർ. താൻ കൊണ്ട് പുഴുകി തിന്നി. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താൻ ഒന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. ന്യൂട്രോ ഫേസ് തിരിച്ചറിയാത്ത താൻ എല്ലാം കൂടി ഒറ്റക്കങ്ങ് നടത്ത്. ഒറ്റയ്ക്ക് നടത്താനോ? എടാ നിനക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇവിടെ ഫീസ് കുത്തിയ അങ്ങ് ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു പോകും. ഇതെന്താ രാവിലെ ലൈറ്റ് സൗണ്ട് നമ്മൾ അങ്ങോട്ട് ഉടക്കിയ? ഏയ് ഇതെന്നും പതിവുള്ളതല്ലേ. ഞങ്ങള് കൈയെടുക്ക. ദിവാര, ഇവന് കഴിക്കാനായിട്ട് അപ്പോ മോട്ടോറോസ്റ്റ് കൊടുക്കും. വേണ്ട, ഞാൻ പല്ലിയത്തില്ല. പുട്ടും കടലേ മതി. രണ്ട് പപ്പടം വെച്ചേക്ക്, ഒരു ഭംഗി ഇരിക്കട്ടെ. എന്നാ 2 മുട്ടയും വെച്ചേരി, ഭംഗി കുറക്കണ്ട. തോമസ് ചേട്ടാ, ആ കുഞ്ഞൻ തോമസ് ചേട്ടാ 2 പ്രാവശ്യം വന്നിരുന്നു. അവനൊന്ന് ബൂത്തും തുറന്നിട്ടില്ല. എന്താ പ്രശ്നം വല്ലോണ്ടോ? കർത്താവേ, ഇന്ന് അവനെയും കൊണ്ട് തൃപ്രയാറ് പെണ്ണ് കാണാൻ പോകേണ്ട ദിവസാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് പോയി കണ്ട കാര്യം വേണ്ടാന്ന് വെച്ചോ? പെണ്ണിന് നിറം പോരാന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടില്ല. കൊരട്ടി പോയി കണ്ട പെണ്ണിന് മുടി പോരാ, കൊല്ലത്ത് പോയി കണ്ട പെണ്ണിന് നിറം പോരാ, കൊച്ചി പോയി കണ്ട പെണ്ണിന് മണം പോരാ. അവന് പറ്റിയൊരു പെണ്ണുണ്ട്, ഐശ്വര്യ റോയ്. നീ കളിയാക്കിയൊന്നും വേണ്ട. അവന് പറ്റിയ നല്ലൊരു പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കും. എടാ, സിഗരറ്റ് വലിക്കില്ല, ചായ കുടിക്കില്ല, പല്ല് തേക്കാതെ പുട്ടും കടലും തിന്നില്ല. അവനെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കരയിൽ വേറെ ആരാ ഉള്ളത്? അത് ശരിയാ. കൈ നിറയെ നല്ല സമ്പാദ്യം, പോരാത്തിന് ഒറ്റത്തടി. വന്ന പെണ്ണിനെ അവൻ പൊന്നു പോലെ നോക്കും. ഞാനൊന്ന് ചെല്ലട്ടെ, ഇനി വൈകിയ ചീത്തയാക്കുന്ന അവന്റെ വായിന്നായിരിക്കും. ആ മോനെ ചന്ദ്ര, നീ കടയിൽ തന്നെ കാണണേ. ഒരു പഴവും കൂടി കയറ്റിക്കോ. പറ്റവന്റെ പേരിൽ എഴുതിക്കോ. പെണ്ണ് കണ്ടിട്ട് വരാം. ഓ നീ എന്താ കുമ്മായത്തില് മുഞ്ഞിയും കുത്തി വീണ? എനിക്കിതിന്റെ സൗന്ദര്യം കൂടി പോയതിന് ഞാൻ എന്ത് തെറ്റിയതടാ പട്ടി? കൂടിപ്പോയത് സൗന്ദര്യമല്ല, കൂനല്ലേ. ഇത് കൂനല്ല, ജിം എടുത്തപ്പോ മസിൽ വെട്ടി കയറിയതാ. ഇവന്റെ ഒക്കെ വിഷമം കണ്ടു കഴിഞ്ഞാൽ കൂന് ഇവന്റെ അപ്പന്റെ തലയിലാന്ന് തോന്നുന്നു. ഓ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ചട്ട് കളഞ്ഞാ ശകുനം ചത്തുകൊള്ളു ഞൊണ്ടി. നീ ഇന്ന് വേഗം വന്നേ. വരിയല്ലേ? സമയം എന്തായെന്നറിയോ? എത്രയെങ്കിലും ആവട്ടെ. വേഗം. ഞാൻ പുറകിലിരുന്നോളാം. ഞാനാ മണവാളൻ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടിരാലോ. ഒന്ന് തുറന്നേ. സൂക്ഷിച്ച് വലിച്ചു പറിച്ചെടുക്കുവോ ഇതൊക്കെ? പെട്ടോട്ടശായിരുന്നു ഇതിൽ നല്ലത്. അതെ വേഗം വിട്ടോ. പെണ്ണുങ്ങളെ ആരുടെങ്കിലും കൂടെ പോയാൽ തീർന്നു. അതെ, കുഞ്ഞൻ എവിടെ പോയതാ? ഒരു പെണ്ണിനെ പേടിപ്പിക്കാൻ. പേടിപ്പിക്കാൻ? ഓ, പെണ്ണ് കാണാ. എന്റെ പ്രേമ പാരനല്ലേ കരളെ. എന്റെ ചക്കര മോളലടി. എവിടെന്നാ വൃത്തിയുടെ ശബ്ദം? എന്റെ അല്ലാട്ടോ. ഒരു തെണ്ടി ഡിസ്റ്റർബ് ചെയ്താ മോളെ.
അസ്സലാമലൈക്കും. എനിക്ക് ദുബായിക്കൊന്ന് വിളിക്കണമല്ലോ. ഇൻകമിങ് സംസാരിച്ചോണ്ടിരിക്കാ, സമയം എടുക്കും. ചേട്ടൻ ഇപ്പൊ പോയിട്ട് രാത്രി വാ, രാത്രി വിളിച്ചാൽ പതി കാശാവുള്ളൂ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അയ്യോ, അതിലും വലിയ അത്യാവശ്യ, അവരുടെ ലൈഫിന്റെ പ്രശ്ന. ചേട്ടനോട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഒരു 10 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ബൂത്തുണ്ട്, അവിടെ പോയി വിളിച്ചോളൂ. എന്നാ പിന്നെ എനിക്ക് ദുബായിക്ക് നേരിട്ട് പോയി പറഞ്ഞൂടെ? എന്നാ പിന്നെ അതാ നല്ലത്, ഔട്ട് ഗോയിങ് ഫ്രീ ആയിരിക്കും, പ്ലെയിനിന്റെ കാശാവുള്ളൂ. ഇവനെയൊക്കെ ആരുടെ അവിടെ പിടിച്ചിരുത്തിക്കുന്നത്? നിന്റെ അപ്പനടാ പട്ടി. ചന്ദ്ര, ഒരു ഉമ്മ ഞാനും, ഒരു ഉമ്മ ഞാനും, ഒരു മാളാ. ഹലോ ഒച്ചോ, സ്നേഹമില്ലാത്ത കുട്ടി. 12:55 കൊച്ചു സിദ്ധാർത്ഥയിൽ ആലിസ് വിളിക്കും. അപ്പൊ ഇപ്പൊ വിളിച്ചത് ആരാ? ഇപ്പൊ വിളിച്ചത് കലാനിലയത്തിലെ നിമ്മിയല്ലേ? ഓ, നിന്റെ ഒരു യോഗം. എടാ ചന്ദ്ര, എന്തൊക്കെയാ അവള് പറഞ്ഞത്? ഒന്ന് കേക്കട്ടാ. ഈ കാമുകനും കാമുകനും തമ്മിലുള്ള സല്ലാപ രഹസ്യം പുറത്തു പറയാൻ പാടില്ല കുഞ്ഞാ. എടാ, ഞാൻ ഈ ബൂത്ത് നടത്തുന്നത് തന്നെ പ്രേമിക്കുന്നവർക്ക് വേണ്ടിട്ടാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻകമിംഗ് കോൾ വരുന്നത് ഈ ബൂത്തിലാ. കാമുകി കാമുകന്മാർ സംസാരിക്കുന്നത് കേൾക്കുന്ന തന്നെ എനിക്കൊരു കുളിരാ. കാക്കയുടെ വിശപ്പം തീരും, പശുവിന്റെ കടി മാറും. എന്താടാ അവള് പറഞ്ഞത്? ഒന്ന് പറയടാ. നീ അയന്റെ പേരിൽ പറയാ, ആ, പുറത്താരോടും പറയരുത്. ആ, അവൾ എന്നോട് പറയാ, എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഇടുന്നു. കമലാസന്റെ ആയിരിക്കില്ല, കമലയുടെ ആസനം എന്നായിരിക്കും പറഞ്ഞേ. നിന്റെ ഒരു തമാശ. 12:55 ആലീസ്. കമലാസനം ചെല്ല്. 4 ആള് വിളിക്കാൻ വരുന്ന സമയാ. ഇപ്പൊ തന്നെ കയ്യിൽ നിന്ന് ദുബായി പോയി. കരിക്കട്ട പോലെ ഇരിക്കണേ, എന്നിട്ട് അവനും പെണ്ണ്. ഫോൺ ഫോൺ. അയ്യോ, ബസ് വരും. ഇപ്പൊ വേണം. ആരും കാണില്ല. വാ. ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കണ, അതും സർക്കിളിന്റെ മോള്. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. ഞാൻ ഒന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. വേഗം വരണം, ബസ് പോരും. എടാ ഭയങ്കര, ഇത്ര പെട്ടെന്ന് വളച്ചോ? ഇപ്പോഴത്തെ പെമ്പിളേക്ക് വളഞ്ഞിരിക്കുന്നവന്മാരാണ് ഇഷ്ടം. പ്രസാദ് സാറ് രാവിലെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. വന്നാലുടനെ ഞാൻ അങ്ങോട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു. വേഗം വിളിച്ചോളൂ. ഓ, അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു. ഹലോ, ഇൻകമിങ് എനിക്കാണോ? അല്ലെ തറവാട്ട് പറഞ്ഞവർക്കുള്ളതാ. ഹലോ, കുഞ്ഞൻ STSTD ബോത്ത്. ആ, അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹലോ, ഞാൻ ലക്ഷ്മിയാ. പെട്ടി കുലുക്കാൻ നേരം നടാ, ആ ബൾബിന്റെ ഫിലമെന്റ് പോവും. ഒട്ടിക്കത്ത ആ ജീപ്പിന്റെ വീല് പഞ്ചറാങ്ങേണ്ട സമയേ. വേണമെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് വരായിരുന്നല്ല, കാശ് ലാഭിച്ചല്ലേ. ചുമ ഞാൻ ചുമച്ചില്ലല്ല. സാധനം ചുമക്കാൻ. ഏതോ നാടോടികൾ എത്തിയിട്ടുണ്ടല്ലോ. അയ്യോ, അയ്യോ, പാവം, കണ്ണിലെന്ന് തോന്നണ്. എന്തിനാ കണ്ണ്? ഈ ആലിലെ കണ്ണ് എനിക്കിഷ്ടമായി. ഞാനിപ്പോഴേ ഹാപ്പിയാ. ഞാനൊന്ന് പോയി പരിചയപ്പെട്ടാലോ? പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ഐസിയിലും 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, ആ 4. എന്നെ എത്തിയില്ല, നടന്നിട്ടെണ്ണം. പോ പോ. അപ്പൊ ഈ ടച്ച് പോരാ. എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്നുമില്ല, ഇപ്പൊ ഞാനെല്ലാം മനസ്സിലാക്കി തരാം. ഇയാള് പെണ്ണാണെങ്കി ഇതോടെ എല്ലാ കള്ളിയും പുറത്ത് വെളിച്ചത്താവും. ഇതെന്റെ പുതിയ ടെസ്റ്റാ, ഞാനിപ്പോ കണ്ടുപിടിച്ചോളൂ. ഞാനാ ഇവിടുത്തെ ആളാ, സ്ലിപ്പായി ടച്ച് ആയതാ. എന്ത് പോക്കത്തോടെ കാണിക്കണ? നിന്റെ ഈ പല്ലു കണ്ടി കുട്ടിയുടെ മുഖം മുറിഞ്ഞ് പോയിസൺ അടിച്ച് പേടിച്ച് ചത്ത ആരുത്തരം പറയോടാ? ഈ അല്ല കണ്ണിയെ ആരും അറിയാതെ അകത്ത് കയറ്റി ഉമ്മ കൊടുക്കാൻ നീ ആടാ? ഉമ്മറ, ഉമ്മച്ചന, ഉമ്മങ്കോശിയ, നിന്റെ ഉമ്മയൊന്ന് കാണട്ടാ. അങ്ങനെ നീ പറയുമ്പോ ഉമ്മക്കന്നെ എന്നെ കിട്ടില്ല. ആ ഉമ്മയല്ല, നിന്റെ ഐശുമ്മനൊന്ന് കാണട്ടാ. ചതിക്കല്ലേ ചന്ദ്ര, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇത് മറ്റാരും അറിയരുത്. വടി 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 വടി. ദൈവത്തെ ഓർത്ത് കുഞ്ഞ് കരയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അറിയാണ്ട് കൈ തൊട്ട് മേത്ത് കൊണ്ടതാ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ചന്ദ്ര. എന്നിട്ടെന്തിനാ?
ഇന്നലെ ഞാൻ 200 കടം ചോദിച്ചപ്പോ നിനക്കെന്ത് ഗമയായിരുന്നു? ഞാൻ എന്ത് പറയാനാ? എല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനി ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. ലജ്ജാവഹം ലജ്ജാവഹം. കുട്ടി കരയല്ലേ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാ. കുട്ടി കാര്യം അറിയാതെ ഇങ്ങനെ കരയരുത്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനയനുമാണ്. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ഭാരവും ഇദ്ദേഹത്തിന്റെ ഈ ചുമലിലാണ്. കുട്ടിക്കറിയോ, ഇദ്ദേഹം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. കണ്ണില്ലാത്ത കൊണ്ടല്ല, നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. പട്ടി, കുട്ടി എന്നോട് ക്ഷമിക്കണം. പല പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ തട്ടിപ്പടത്തുന്ന കാലം അത്. അതുകൊണ്ട് പറ്റിപ്പോയതാ. ശരിക്കും അച്ഛൻ എന്താ അസുഖം? നല്ല പനിയും വിറയലും ഉണ്ട്. മരുന്ന് കഴിച്ച അച്ഛന്റെ അസുഖം മാറിയാലേ തെരുവില് സർക്കസ് നടത്താൻ ഒക്കൂ. നിങ്ങൾ സർക്കസാരാണ്? ആ, നമ്മുടെ പുറമ്പോക്കിലൊന്ന് ടെൻഡ് അടിച്ചിരിക്കുക. എന്താ കുട്ടിയുടെ പേര്? ചെമ്പകം. ഇന്ന് കളിയുണ്ടോ ചെമ്പകം? അച്ഛന്റെ അസുഖം കുറയാണെങ്കിൽ പൈസ കിട്ടിയാലും ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇയാൾ എവിടെ പോയി മരുന്ന് വാങ്ങിക്കാനാ? കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ, എങ്കിൽ കുട്ടി അച്ഛന്റെ അടുത്തേക്ക് പൊക്കോളൂ. ഞാൻ പോയി വിവരം പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. എങ്കിൽ വളരെ ഓ, ഉപകാരം. ആ, ചെമ്പകത്തിന് ഞാൻ വേണമെങ്കിൽ കൈക്ക് പിടിച്ച് ടെന്റ് വരെ കൂടെ ആക്കാം. വേണ്ട, എന്റെ വടിയുണ്ട്. വേഗം പോയിക്കോളൂ. മരുന്ന് വാങ്ങിയാൽ തെക്കനെ എത്തിക്കോളാം. അങ്ങനെ ഇയാള് മരുന്ന് വെട്ടി ടെക്കനേന്ന് വരെ എത്തണ്ട. ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളാം. എനിക്ക് കയ്യിലിരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ്പോ തുണി വെച്ചാണ് പോയാൽ മതി. അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലെമ്പടൻ പാവം. ആ കുട്ടിയെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. കഷ്ടം. ഞാനൊരു അന്ധനായിരുന്നെങ്കിൽ ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്തേനെ. എന്തു ചെയ്യാനാ? ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ? എന്തിനെന്നോട് ക്രൂരത കാണിച്ച്? പട്ടി. രണ്ടു മൂന്ന് ഫോൺ ചെയ്യാൻ വന്നിട്ട് തിരിച്ചുപോയി. നീ ഇത് എവിടെ നടക്കിയാ? അവനിപ്പോ ഡോക്ടറല്ലേ? ഡോക്ടറാ? ആ പൊട്ടിപ്പന്റെ തന്തക്ക് മരുന്ന് കൊടുക്കൽ ചികിത്സിക്കലല്ലേ അവന്റെ ഇപ്പോഴത്തെ പണി. പാവങ്ങളാ, നമ്മളെ കൊണ്ടാവുന്ന സഹായം അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ആരാ ടാറ്റയുടെ മോനാ? എനിക്ക് 1.5 ആഴ്ച എലിപ്പനി പിടിച്ച് ആശുപത്രി കിടന്നപ്പാ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാടാ. പുറത്ത് കൂനായതുകൊണ്ടാ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാഞ്ഞേ. കേക്കണോ? ആ പൊട്ടിയുടെ തന്തക്ക് മരുന്ന് കൊടുക്കാൻ ഞാൻ കൂടി വരട്ടെന്ന് ചോദിച്ചപ്പോ ഈ കാമക്കൂനം പറയാനും പറ്റൂലെന്ന്. ഇവൻ ആകെപ്പാടെ വർഷങ്ങളായിട്ട് വരേണ്ടാ. ആ കണ്ണില്ലാത്ത പെണ്ണിനെ ബൂത്തി കേട്ടിട്ട് ഉമ്മ കൊടുത്ത് വളഞ്ഞു നിൽക്കുമ്പോ എങ്ങനെയാ? അപ്പൊ നേരെ നിന്നുള്ള സ്ഥിതി എന്തായിരിക്കും? കടം വാങ്ങിച്ച കാശ് കരുതാ. നിനക്ക് കടമില്ല. കടം വാങ്ങിച്ചതിന് ഇത്ര അഹങ്കാരം പാടില്ല. നീ ഉമ്മ വെച്ചാ? അയ്യോ, ഒരു കയ്യബദ്ധം പറ്റിയതാ. അതൊരു പാവം പെണ്ണ. കണ്ണില്ലാന്നുള്ളൂ, നല്ല മിടിക്കുക. ഇഷ്ടപ്പെട്ട നമുക്ക് ആ പെൺകുട്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല കാര്യോ? എന്തേ? കണ്ണില്ലാത്ത കൊണ്ട് ആ പെൺകുട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ അച്ഛന് കൂടുതൽ ഇഷ്ടവും. ഇവനും കൂടി അവരുടെ സർക്കസ് സമിതി ചേർന്ന പിന്നെ ഒരു ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടായിരടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. ഞാനും കാര്യമായിട്ട് പറഞ്ഞ. നീ ബൂത്തിലേക്കല്ലേ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരിവിടെ വിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യം ഒന്ന് ആലോചിക്കാം. എന്നെ പോലെ ഒരാൾക്ക് ഒരു കണ്ണൂട്ടേക്ക് ആലോചിക്കാന്ന് പറഞ്ഞ അതിന്റെ ഒരു പറഞ്ഞ മുതുകില് മസലും വെച്ച് ഋത്തിക് റോഷൻ പോണ പോക്കണ്ട. അവന്റെ മുതുകത്തിരിക്കണ കൂനല്ല, അഹങ്കാരോ. ചുമ്മാ ഇരിടാ. പുറപ്പെട്ടു. എന്തേത്? പുറപ്പെട്ടോ? ഹലോ എന്തോ? ഹലോ, എന്നെ വിളിച്ചാ? മനുഷ്യനെ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂലേ? ഞാൻ ടെസ്റ്റ് ചെയ്യാം. പട്ടി അല്ല, ഓൾ ഇന്ത്യ റേഡിയോ. പിടിച്ചേ തന്റെ കോപ്പി. നിന്റെ ശബ്ദം എന്താടാ? ഒന്ന് അനൗൺസ് ചെയ്തേ. നീ ചാ പോടാ. ആ, കഴുത്തെ കയറ് കെട്ടിയാ ഇവനൊക്കെ സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. ഒരു കോപ്പിലെ സൗണ്ട് എഞ്ചിനീയർ, എന്നിട്ട് കൊളാമ്പി കുറ്റവും. കൊറേ നേരം വരെ കേട്ടാൻ തുടങ്ങിട്ട് ഒരു തടി ആണെങ്കിൽ വേഗം കേട്ടടോ. ഇപ്പൊ പുറപ്പെട്ടാലും നാളെ പുറത്തൊക്കെ അവിടെ എത്താൻ പറ്റുള്ളൂ. നീയും കൂടി സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോവാം. ഒരു കൈ സഹായിക്കടേ എന്താ? എന്നേക്കാൾ പ്രായക്കൂടുതലെന്ന് ഞാൻ വിചാരിക്കൂല. ഈ കൈ കൊണ്ട് സഹായം വെച്ചതല്ല. കൂലിപ്പണിയെടുക്കാൻ പറ്റുള്ളൂ തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നീ എന്ത് പണിയാണ് ഇവിടെ എടുക്കുന്നത്? രണ്ട് വയറ് തമ്മിൽ പിരിച്ചു വെക്കുന്നത്? ആ, സൗണ്ട് എഞ്ചിനീയർ അത്രയൊക്കെ ചെയ്യുള്ളൂ. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിരിച്ചു വിടറോ. അല്ലെങ്കിൽ വേണ്ട, തന്റെ ഈ കോപ്പിലെ ജോലി ഞാൻ രാജിവെച്ചേക്കുന്നത്. ഇതാ എന്റെ 2ാമത്തെ രാജിക്കത്ത്. ശരി, നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് പിരിഞ്ഞു പോകാം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എന്റെ ഗ്രാറ്റുവിറ്റി, പ്രവണമെന്റ്, ബോണസ് എല്ലാം കൈയോടെ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടണം. തനിക്ക് എത്ര ചെവിടി കേട്ടൂടെ? കിട്ടണം കിട്ടണം കിട്ടണം. ബോണസ്, ഗ്രാറ്റുവിറ്റി, അല്ലല്ലേ മുതലാളി? ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്. എടാ, കൊറേ കാലമായി നിന്നെ ഞാൻ സഹിക്കുന്നു. പണിയെടുക്കാത്തൊരു പണിക്കാരൻ എനിക്ക് വേണ്ടടാ.
എടാ 2 വയറ് തമ്മിൽ പിരിച്ചു വെക്കാൻ എനിക്കറിയാടാ. ഞാൻ ഈ സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തോടാ. മേലിൽ ഇവിടെ കണ്ടുപോയാൽ മൈക്കിന്റെ സ്റ്റാർട്ട് എടുത്ത് ഇതിന്റെ തലക്കെട്ടി അടിക്കും. എന്റെ വയറ്റ് തടിക്കല്ലേ മുതലാളി. എടാ, കള്ളം പറയുന്നു. ഞാൻ നിന്റെ കരണക്കുറ്റിക്കിട്ടല്ല അടിച്ചത്. അയ്യോ എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞതാ തോമ മുതലാളി. യാതൊരു പണി അറിയാൻ പാടത്ത് എന്നെ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെങ്ങാതെ പണിയെടുത്തേക്ക് ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി. എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് മുതലാളിക്ക് അറിയാലോ. എന്നാ വീട്ടിൽ പോയി ഫാൻ ഇട്ടിരുന്നോടാ. അയ്യോ ഞാനിനി ഇവിടെ എന്ത് പണി വേണമെങ്കിൽ ചെയ്തോളാം. ഇന്ന് മുതൽ മുതലാളിയാണ് ശരിക്കും മുതലാളി. ഞാൻ വെറും ചന്ദ്രൻ തൊഴിലാളി. എന്തെങ്കിലും ഒരു പണി താ മുതലാളി. ആ എങ്കിൽ പോയി അവിടെ പോയി ഒരു ചായ മേടിച്ചിട്ട് വാ. അപ്പൊ മുതലാളിക്ക് വേണ്ടേ? വാടാ. അവന്റെ അമ്മായിയപ്പന്റെ സൗണ്ട് എഞ്ചിനീയർ. സാധനങ്ങളൊക്കെ ഇറക്കട്ടെ തോമ മുതലാളി. കമ്മിറ്റി ഓഫീസർ ഒന്ന് പോയിട്ട് വരാം, എന്നിട്ട് മതി. ശരി തോമ മുതലാളി. കാര്യം നീ എന്റെ തൊഴിലാളിയാണെങ്കിലും നീ എന്നെ തോമാ മുതലാളി എന്നൊന്നും വിളിക്കണ്ട. പിന്നെ വെറും മുതലാളി എന്ന് വിളിച്ചാ മതി. അതെന്താ തോമ മുതലാളി? തോമാൻ എന്റെ അപ്പം വിളിച്ചോളാ തെണ്ടി. ശരി തോമ മുതലാളി. ശരി മുതലാളി. ആ